ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ ആൻഡ് വിഷൻ എന്ന ടോപ്പിക്കാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. എങ്ങനെയാണ് കാഴ്ച സാധ്യമാകുന്നത് എന്ന് നോക്കാം. ഫിഗർ 3.25-ൽ ഒരു ആക്ടിവിറ്റി കാണിച്ചിട്ടുണ്ട്. 10 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു കോൺവെക്സ് ലെൻസ് എടുക്കുക. ഒരു കത്തുന്ന മെഴുകുതിരി ഈ ലെൻസിൽ നിന്ന് 20 സെന്റിമീറ്റർ അകലെയായി വെക്കുക. ഈ ഫ്ലെയിമിന്റെ ഇമേജ് ക്ലിയർ ആയിട്ട് കിട്ടത്തക്ക വിധത്തിൽ സ്ക്രീനിന്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. ഫ്ലെയിമിൽ നിന്നുള്ള ലൈറ്റ് റേസിനെ കോൺവെക്സ് ലെൻസ് സ്ക്രീനിലേക്ക് കൺവേർജ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഈ ഫ്ലെയിമിന്റെ ഒരു ക്ലിയർ ഇമേജ് സ്ക്രീനിൽ ലഭിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് ഓബ്ജക്റ്റിന്റെ ഇമേജ് കണ്ണിലും ഫോം ചെയ്യുന്നത്. കണ്ണിൽ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഈ കോൺവെക്സ് ലെൻസ് ഓബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേസിനെ റെറ്റിനയിലേക്ക് കൺവേർജ് ചെയ്യിക്കുന്നു. അങ്ങനെയാണ് റെറ്റിനയിൽ ഓബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത്. ലെൻസിൽ നിന്നുള്ള ഈ ഓബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് 20 സെന്റിമീറ്ററിൽ നിന്നും 30 സെന്റിമീറ്റർ ആക്കി മാറ്റുക. അപ്പോൾ സ്ക്രീനിൽ ക്ലിയർ ഇമേജ് ലഭിക്കത്തില്ല. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ ആണ് നമ്മൾ എടുത്തത്. അതിന് പകരം 12 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള മറ്റൊരു കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്ക്രീനിൽ ഓബ്ജക്റ്റിന്റെ ഇമേജ് ലഭിക്കും. അതായത് പല പൊസിഷനിലുള്ള ഓബ്ജക്റ്റിന്റെ ക്ലിയർ ഇമേജ് ഒരേ പൊസിഷനിൽ ഇരിക്കുന്ന സ്ക്രീനിൽ ലഭിക്കണമെങ്കിൽ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. Now try changing the position of the object to a distance 30 cm from the lens. Is a clear image formed on the screen now? No. Replace the lens of focal length 10 cm with a lens of focal length 12 cm. What do you observe? Isn't a clear image of the object formed on the screen? Yes. What could be the reason for getting a clear image now? A lens with a suitable focal length is used. So when the object is placed at different positions, to get a clear image at the same position, the focal length of the lens must be adjusted accordingly. Different distances ഇരിക്കുന്ന ഓബ്ജക്റ്റുകളുടെ ഇമേജുകൾ റെറ്റിനയിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നോക്കാം. കണ്ണിലെ ലെൻസിനോട് ചേർന്ന് സീലിയറി മസിൽസ് ഉണ്ട്. ഫിഗർ 3.26-ൽ ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് സീലിയറി മസിൽസ് ആണ്. സീലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ ലെൻസിന്റെ കർവച്ചർ കൂടും, അല്ലെങ്കിൽ ഈ ലെൻസിന്റെ വളവ് കൂടും. ലെൻസിന്റെ കർവച്ചർ കൂടുമ്പോൾ ഫോക്കൽ ലെങ്ത് കുറയും. സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യുമ്പോൾ ലെൻസിന്റെ കർവച്ചർ കുറയും, അല്ലെങ്കിൽ അതിന്റെ വളവ് കുറയും. അപ്പോൾ ഫോക്കൽ ലെങ്ത് കൂടും. നിയർ ഓബ്ജക്ട്സിനെ നമ്മൾ നോക്കുമ്പോൾ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കുറവ് മതി. ഫോക്കൽ ലെങ്ത് കുറയണമെങ്കിൽ ലെൻസിന്റെ കർവച്ചർ കൂടണം. ലെൻസിന്റെ കർവച്ചർ കൂടണമെങ്കിൽ സീലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യണം. So when we look at near objects, ciliary muscles contract, curvature of the lens increases and thus the focal length decreases. ദൂരെയുള്ള ഓബ്ജക്ട്സിനെ നോക്കുമ്പോൾ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കൂടണം. ഫോക്കൽ ലെങ്ത് കൂടണമെങ്കിൽ ലെൻസിന്റെ കർവച്ചർ കുറയണം. കർവച്ചർ കുറയണമെങ്കിൽ സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യണം. So when we look at far objects, ciliary muscles relax, the curvature of the lens decreases and thus the focal length increases. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. How are images of objects at different distances formed on the retina? This is made possible by changing the curvature of the lens in the eye.
with the help of the ciliary muscles by changing the focal length. When the ciliary muscles contract, the curvature of the lens increases and the focal length decreases. When the ciliary muscles relax, the curvature of the lens decreases and the focal length increases. ഇത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കുക. What change will occur in the curvature of the lens while looking at distant objects? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഡിസ്റ്റന്റ് ഓബ്ജക്റ്റിനെയാണ് നോക്കേണ്ടതെങ്കിൽ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കണം എന്നാണ്. ഫോക്കൽ ലെങ്ത് കൂടണമെങ്കിൽ ലെൻസിന്റെ കർവച്ചർ കുറയണം. സോ കർവച്ചർ ഓഫ് ദ ലെൻസ് decreases. What about the focal length when the curvature decreases? Curvature കുറഞ്ഞാൽ focal length കൂടും. So focal length increases when the curvature decreases. So ciliary muscles contract ചെയ്യുകയോ റിലാക്സ് ചെയ്യുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ലെൻസിൻ്റെ കർവച്ചർ കൂടുകയോ കുറയുകയോ ചെയ്യും. അങ്ങനെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കുറയ്ക്കാനോ കൂട്ടാനോ സാധിക്കും. ഇങ്ങനെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കണ്ണിന്റെ കഴിവിനാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ദ എബിലിറ്റി ഓഫ് ദി ഐ ടു ചേഞ്ച് ദ കർവച്ചർ ഓഫ് ദ ലെൻസ് ആൻഡ് അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത് സോ ദാറ്റ് ദ ഇമേജ് ഓഫ് ദി ഓബ്ജെക്ട് ഓൾവേസ് ഫോൾസ് ഓൺ ദ റെറ്റിന regardless of the position of the object is the power of accommodation of the eye. ഓബ്ജക്റ്റിന്റെ പൊസിഷൻ ഏത് തന്നെ ആയാലും ഓബ്ജക്റ്റിന്റെ ഇമേജ് റെറ്റിനയിൽ തന്നെ ഫോം ചെയ്യാൻ വേണ്ടി കണ്ണിലെ ലെൻസിന്റെ കർവച്ചർ ചേഞ്ച് ചെയ്തുകൊണ്ട് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കണ്ണിന്റെ കഴിവിനാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. Due to the power of accommodation of the eye, a clear image of objects at different distances is formed on the retina itself. So പല ഡിസ്റ്റൻസിലുള്ള ഓബ്ജക്റ്റിന്റെ ക്ലിയർ ഇമേജ് റെറ്റിനയിൽ തന്നെ കിട്ടുന്നത് കണ്ണിന്റെ ഏത് എബിലിറ്റി കൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ദ ഐ എന്ന് എഴുതുക. കണ്ണിന് വളരെ അടുത്തായിട്ടാണ് ഓബ്ജക്റ്റ് എങ്കിൽ റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യുമോ എന്നതാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ഒരു ബുക്ക് നമ്മുടെ നോസിനോട് വളരെ ക്ലോസ് ആയിട്ട് പിടിച്ചുകൊണ്ട് വായിക്കാൻ ശ്രമിക്കുക. ലെറ്റേഴ്സ് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുമോ? ഇല്ല. ഈ ബുക്ക് പതുക്കെ അകത്തി പിടിക്കുക. ലെറ്റേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ണിൽ നിന്ന് ഏകദേശം 25 സെന്റിമീറ്റർ അകലെയാകുമ്പോൾ ഈ ബുക്കിലെ ലെറ്റേഴ്സ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഡിസ്റ്റൻസിനാണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് വിഷൻ എന്ന് പറയുന്നത്. അതായത് ക്ലിയർ വിഷൻ സാധ്യമാകുന്ന മിനിമം ഡിസ്റ്റൻസ്, അതാണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് വിഷൻ. ഒരു ഹെൽത്തി ഐയെ സംബന്ധിച്ചിടത്തോളം ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് വിഷൻ 25 സെന്റിമീറ്റർ ആണ്. ഒരു ഓബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്ന നിയറസ്റ്റ് പോയിന്റിന് നിയർ പോയിന്റ് എന്നാണ് പറയുന്നത്. സോ ഒരു ഹെൽത്തി ഐയുടെ നിയർ പോയിന്റും 25 സെന്റിമീറ്റർ തന്നെയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ട്രൈ റീഡിംഗ് എ ബുക്ക് ബൈ ഹോൾഡിംഗ് ഇറ്റ് ക്ലോസ് ടു യുവർ നോസ്. Can you see the letters clearly? No. What if you move the book away? We can see the letters. At what distance from the eye can you see the letters clearly? 25 centimeter. This distance is the least distance of distinct vision. The nearest point at which an object can be seen clearly is the near point. For healthy eyes, the minimum distance for clear vision is 25 centimeter. ഒരു ഓബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഫാർദസ്റ്റ്
പോയിന്റിന് ഫാർ പോയിന്റ് എന്നാണ് പറയുന്നത്. ഒരു ഹെൽത്തി ഐയുടെ ഫാർ പോയിന്റ് ഇൻഫിനിറ്റിയാണ്. What is the maximum distance at which an object can be seen clearly? Infinity. The farthest point at which an object can be seen clearly is the far point. This distance is considered to be infinity. Will the near point and far point be alike for everyone? No. കണ്ണിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഫാർ പോയിന്റിനും നിയർ പോയിന്റിനും വ്യത്യാസം വരും. ഡിഫക്ട്സ് ഓഫ് ദി ഐ ആണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ആദ്യത്തേത് ഷോർട്ട് സൈറ്റഡ്നെസ് ഓർ മയോപ്പിയ. ഷോർട്ട് സൈറ്റഡ്നെസ് ഉള്ള ഒരു വ്യക്തിക്ക് അടുത്തുള്ള ഓബ്ജക്ട്സ് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അകലെയുള്ള ഓബ്ജക്ട്സ് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കത്തില്ല. ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന പേരിൽ നിന്ന് തന്നെ നമുക്കിത് മനസ്സിലാക്കാം. ഷോർട്ട് ഡിസ്റ്റൻസസിലുള്ള ഓബ്ജക്ട്സ് എല്ലാം കാണാം. ഒരു ഹെൽത്തി ഐയിൽ ഇമേജ് ഫോർമേഷൻ റെറ്റിനയിലാണ് നടക്കുന്നത്. എന്നാൽ ഷോർട്ട് സൈറ്റഡ്നെസ് ഉള്ള ഒരു വ്യക്തിയുടെ കണ്ണിൽ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് റെറ്റിനയുടെ മുൻപിലായിരിക്കും. ഒരു നോർമൽ വിഷനുള്ള ഒരാളിൻ്റെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. എന്നാൽ ഷോർട്ട് സൈറ്റഡ്നെസ് ഉള്ള ഒരാളിൻ്റെ ഫാർ പോയിന്റ് ഇൻഫിനിറ്റി അല്ല. ഒരു നിശ്ചിത അകലത്തിലുള്ള ഓബ്ജക്ട്സ് വരെ അയാൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അതിനപ്പുറമുള്ള ഓബ്ജക്ട്സ് അയാൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കത്തില്ല. ഐ ബോള് വലുതായിരിക്കുകയോ ലെൻസിന്റെ പവർ കൂടുതലായിരിക്കുകയോ ചെയ്യുന്നത് കൊണ്ടാണ് ഷോർട്ട് സൈറ്റഡ്നെസ് ഉണ്ടാകുന്നത്. ഷോർട്ട് സൈറ്റഡ്നെസ് റെക്ടിഫൈ ചെയ്യാൻ സ്യൂട്ടബിൾ പവറുള്ള കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. So some people can see nearby objects clearly but cannot see distant objects. This defect of the eye is short-sightedness or myopia. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. When an object is placed at a distant point P as shown in the figure, where will the image be formed? ഓബ്ജക്റ്റ് ഡിസ്റ്റന്റ് പോയിന്റ് ആയ പിയിലാണെങ്കിൽ ഇമേജ് ഉണ്ടായിരിക്കുന്നത് എവിടാണെന്ന് നോക്കുക. ഈ റേസ് എല്ലാം കൺവേർട്ട് ചെയ്തിരിക്കുന്നത് റെറ്റിനയുടെ മുൻപിലാണ്. അവിടെയാണ് ഇമേജ് ഉണ്ടായിരിക്കുന്നത്. സോ ദ ഇമേജ് ഈസ് ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന. ക്യാൻ ദ ഓബ്ജക്ട് ബി സീൻ ക്ലിയർലി? റെറ്റിനയിൽ ഫോം ചെയ്യാതെ റെറ്റിനയുടെ മുൻപിലാണ് ഇമേജ് ഫോം ചെയ്തതെങ്കിൽ ഓബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കത്തില്ല. നോ. വാട്ട് ഇഫ് ദി ഓബ്ജക്റ്റ് ഈസ് അറ്റ് ക്യൂ? ക്യൂവിലാണ് ഓബ്ജക്റ്റ് എങ്കിൽ ഇമേജ് റെറ്റിനയിൽ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഓബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. സോ ദ ഓബ്ജക്റ്റ് അറ്റ് ക്യൂ ക്യാൻ ബി സീൻ ക്ലിയർലി. വൈ കാൺട്ട് such people see distant objects clearly? For people with this defect, the far point will not be at infinity. It will be at a certain distance from the eye. Also, the image of a distant object is formed in front of the retina. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. What could be the reason for short-sightedness? The size of the eyeball is larger. The power of the lens is more. ഫിഗർ 3.28 നോക്കുക. ഷോർട്ട് സൈറ്റഡ്നെസ് ഉള്ള ഒരു വ്യക്തിയുടെ കണ്ണിൽ ഇമേജ് ഫോർമേഷൻ ഉണ്ടാകുന്നത് റെറ്റിനയുടെ മുൻപിലാണ്. സ്യൂട്ടബിൾ പവറുള്ള ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇമേജ് റെറ്റിനയിൽ തന്നെ ഫോം ചെയ്യും. ഷോർട്ട് സൈറ്റഡ്നെസ് ക്യാൻ ബി റെക്ടിഫൈഡ് യൂസിങ് എ കോൺകേവ് ലെൻസ് വിത്ത് സ്യൂട്ടബിൾ പവർ. രണ്ടാമതായിട്ട് പഠിക്കാനുള്ള കണ്ണിൻ്റെ ഡിഫക്റ്റ് ആണ് ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ. ലോങ് സൈറ്റഡ്നെസ് എന്ന പേരിൽ നിന്ന് തന്നെ എന്താണ് കണ്ണിൻ്റെ ഡിഫക്റ്റ് എന്ന് മനസ്സിലാക്കാം. ലോങ് ഡിസ്റ്റൻസിലുള്ള ഓബ്ജക്ട്സ് കാണാൻ സാധിക്കും. അടുത്തുള്ള ഓബ്ജക്ട്സ് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കത്തില്ല. ഈ ഡിഫക്റ്റ് ഉള്ള ഒരാളുടെ കണ്ണിൽ
ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് റെറ്റിനയിലല്ല, റെറ്റിനയുടെ പുറകിലാണ്. ഒരു നോർമൽ വിഷൻ ഉള്ള ഒരാളിൻ്റെ നിയർ പോയിന്റ് 25 സെന്റിമീറ്റർ ആണ്. ലോങ് സൈറ്റഡ്നെസ് ഉള്ള ഒരു വ്യക്തിയുടെ നിയർ പോയിന്റ് 25 സെന്റിമീറ്ററിനെക്കാട്ടിൽ കൂടുതലായിരിക്കും. ഐബോളിന്റെ സൈസ് ചെറുതായതുകൊണ്ടോ ലെൻസിന്റെ പവർ കുറവായതുകൊണ്ടോ ആണ് ലോങ് സൈറ്റഡ്നെസ് ഉണ്ടാകുന്നത്. ലോങ് സൈറ്റഡ്നെസ് റെക്ടിഫൈ ചെയ്യാൻ സ്യൂട്ടബിൾ പവർ ഉള്ള കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. സം പീപ്പിൾ ക്യാൻ സീ ഡിസ്റ്റന്റ് ഓബ്ജെക്ട്സ് ക്ലിയർലി but cannot see nearby objects clearly. This defect of the eye is long-sightedness. For a person with long-sightedness, the image of a nearby object is formed behind the retina. The near point of a person with long-sightedness will be more than 25 centimeter. The reasons for this defect are: the size of the eyeball is smaller and the power of the lens is less. Figure 3.30 നോക്കുക. ലോങ് സൈറ്റഡ്നെസ് ഉള്ള ഒരു വ്യക്തിയുടെ കണ്ണിൽ നിയർ ഓബ്ജക്ട്സിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയുടെ പുറകിലാണ്. സ്യൂട്ടബിൾ പവർ ഉള്ള ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ലൈറ്റ് റേസ് റെറ്റിനയിൽ തന്നെ ഫോം ചെയ്യും. So long sightedness can be rectified using a convex lens with suitable power. മൂന്നാമതായിട്ട് പഠിക്കാനുള്ള കണ്ണിന്റെ ഡിഫക്റ്റ് ആണ് പ്രസ്ബയോപ്പിയ. ഒരു ഹെൽത്തി ഐയുടെ നിയർ പോയിന്റിന്റെ ഡിസ്റ്റൻസ് 25 സെന്റിമീറ്റർ ആണ്. എന്നാൽ പ്രായമുള്ളവരുടെ നിയർ പോയിന്റിന്റെ ഡിസ്റ്റൻസ് 25 സെന്റിമീറ്ററിനെക്കാട്ടിൽ കൂടുതലാണ്. അവരുടെ സീലിയറി മസിൽസിന്റെ എഫിഷ്യൻസി കുറയുന്നതാണ് ഇതിന്റെ കാരണം. സീലിയറി മസിൽസ് ശരിയായിട്ട് റിലാക്സ് ചെയ്യുകയും കൺട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നില്ല. അതിന്റെ ഫലമായിട്ട് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ പവർ ഓഫ് അക്കോമഡേഷൻ കുറവായിരിക്കും. ഈ ഡിഫക്റ്റ് ആണ് പ്രസ്ബയോപ്പിയ. ഫോർ ഓൾഡർ പീപ്പിൾ, the distance to the near point may be more than 25 centimeter. This is because the efficiency of the ciliary muscles decreases. Such people have less power of accommodation. This is presbyopia. മലയാളത്തിൽ വെള്ളെഴുത്ത് എന്ന് പറയും. അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ലൈറ്റ് പൊല്യൂഷനെ കുറിച്ചാണ്. ലൈറ്റ് പൊല്യൂഷൻ refers to the creation of artificial light in excessive amounts and intensity. ആർട്ടിഫിഷ്യൽ ലൈറ്റ് അമിതമായ അളവിലും തീവ്രതയിലും സൃഷ്ടിക്കുമ്പോഴാണ് ലൈറ്റ് പൊല്യൂഷൻ ഉണ്ടാകുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റ് adversely affects the reproduction and predation of many nocturnal animals. രാത്രി സഞ്ചാരികളായ മൃഗങ്ങളുടെ റീപ്രൊഡക്ഷനെയും ഇര തേടലിനെയും ആർട്ടിഫിഷ്യൽ ലൈറ്റ് പ്രതികൂലമായി ബാധിക്കും. എക്സസ് ഓഫ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് adversely affects the natural activities, mental and physical health of humans. അമിതമായ ആർട്ടിഫിഷ്യൽ ലൈറ്റ് മനുഷ്യന്റെ നാച്ചുറൽ ആക്ടിവിറ്റീസിനെയും മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെയും പ്രതികൂലമായി ബാധിക്കും. ലൈറ്റ് പൊല്യൂഷൻ കോസസ് ഡിഫിക്കൽട്ടി ഡ്യൂറിംഗ് നൈറ്റ് ഡ്രൈവ്. രാത്രിയിൽ ഡ്രൈവ് ചെയ്യുന്നതിന് ലൈറ്റ് പൊല്യൂഷൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. മേക്സ് അസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ് ഡിഫിക്കൾട്ട് ബൈ ഒബ്സ്ട്രക്റ്റിംഗ് ദ നൈറ്റ് സ്കൈ. ആകാശ കാഴ്ച മറയ്ക്കുന്നത് മൂലം വാന നിരീക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ദ ലൈറ്റ് ഫ്രം മൾട്ടി സ്റ്റോറീഡ് ഫ്ലാറ്റ്സ് മിസ്ലീഡ്സ് മൈഗ്രേറ്ററി ബേർഡ്സ്. ബഹുനില ഫ്ലാറ്റുകളിൽ നിന്നുള്ള ലൈറ്റ് ദേശാടന പക്ഷികളുടെ ദിശ തെറ്റിക്കുന്നു. ലൈറ്റ് പൊല്യൂഷന്റെ 5 കോൺസിക്വൻസസ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതെങ്കിലും 4 നിങ്ങൾ ഓർത്തു വയ്ക്കുക. മൂന്നാമത്തെ ചാപ്റ്റർ
ഇവിടെ അവസാനിച്ചു. ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും മേരീസ് ഫിസിക്സ് ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.